മാന്യ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ സഹപാഠികളെ, ആധുനികതയും അത്യാധുനികതയും ദാർശനികതയെയും നൈതികതയെയും പന്താടുന്ന ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ അല്പസമയം നിങ്ങളോട് പ്രസംഗിക്കുവാനായി എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം പ്രകൃതിയും മനുഷ്യനും നേർക്കുനേർ എന്നതാണ്. വളരെ വലിയ ഒരു പ്രകൃതി ദുരന്തം ബാക്കി വച്ച തേങ്ങലുകൾക്കിടയിലാണ് നാം ഓരോരുത്തരും. ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെ ആണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും നേർക്കുനേർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം. പ്രകൃതിയും മനുഷ്യനും നേർക്കുനേർ എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ മനുഷ്യൻ ഏൽപ്പിക്കുന്ന മുറിവുകളും തിരിച്ച് പ്രകൃതി മനുഷ്യന് നൽകുന്ന പ്രതിഫലങ്ങളുമാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. പ്രകൃതിയോട് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതമാണ് നാം ഓരോരുത്തരുടെയും. ആ ജീവിതത്തിൽ പ്രകൃതി നമുക്ക് കനിഞ്ഞു തരുന്ന ഫലങ്ങളെ ഉപയോഗിക്കുന്നതിനൊപ്പം അത് വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുവാൻ കൂടി നാം ബാധ്യസ്ഥരാണ്. എന്നാൽ ഇന്നത്തെ തലമുറയെ നാം പരിശോധിക്കുമ്പോൾ വരും തലമുറയ്ക്ക് വേണ്ടി ഒന്നും തന്നെ ബാക്കി വയ്ക്കാതെ എല്ലാം ഉപേക്ഷിച്ച് തീർക്കുന്നവർ. അതിന് പ്രതിഫലമായിട്ടാണ് പല സംഭവങ്ങളും ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 2018 കേരളീയ ജനതയെ ആകെ പിടിച്ചുകുലുക്കിയ പ്രളയം കടന്നുപോയത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അത് ബാക്കി വച്ച വേദനയും സങ്കടങ്ങളുമൊന്നും ഇതുവരെയും മാറിയിട്ടില്ല. അതിനുശേഷം കവളപ്പാറയിലും മറ്റുമുണ്ടായ സംഭവങ്ങളും നാം ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. ഇത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അനേകം മനുഷ്യ ജീവനുകൾ അപകടത്തിലാവുന്നു. ആ നഷ്ടപ്പെടുന്ന മനുഷ്യ ജീവനുകൾ സത്യത്തിൽ അവർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. മറ്റുള്ളവരുടെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കുന്നത് അവരാണെന്നതാണ് സത്യം. കഴിഞ്ഞ കുറച്ച് ദിവസമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന മണ്ണടരുകൾക്കിടയിൽ ജീവിതം മുട്ടിപ്പോയ അനേകം മനുഷ്യന്മാരെ നാം വയനാട്ടിൽ കണ്ടു. ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ ഇതിനെ എപ്രകാരം നാം അതിജീവിക്കുന്നു എന്നതും വളരെ പ്രസക്തമേറിയ ഭാഗങ്ങളാണ്. ഇവയെ അതിജീവിച്ച് അവരുടെ ജീവിതങ്ങൾ പുനർനിർമ്മിക്കേണ്ടുന്നത് ഓരോ സർക്കാരിൻ്റെയും ചുമതലയായി മാറിയിരിക്കുന്നു. അതുമാത്രമല്ല, അവിടെ ജീവിതം പുനർനിർമ്മിക്കുമ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധികൾ അനേകമാണ്. ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. പ്രകൃതിയും മനുഷ്യനും ഇങ്ങനെ നേർക്കുനേർ വരുമ്പോൾ ചുരുക്കത്തിൽ ചില മൃഗങ്ങൾക്ക് കൂടി അതിൻ്റെ ആപത്ഘട്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാൻ ഓരോ മനുഷ്യനും സാധിക്കണം. അതിനായി പ്രകൃതിയെ ഉപദ്രവിക്കാതെ പ്രകൃതിയെ അമ്മയെപ്പോലെ കണ്ട് എപ്രകാരം പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയുമോ ആ ഓരോ രീതിയിലും നാം ഓരോരുത്തരും മുൻപോട്ട് വരേണ്ടതാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് നാം ഓരോരുത്തരും കേട്ടിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നും നാം ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പല വിഭാഗം ആളുകൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കുവാനും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ എന്തെങ്കിലും നടപടിയെടുക്കുവാനും സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി കേരളീയ ജനതയ്ക്ക്, ഭാരതീയ ജനതയ്ക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.